ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. സാധാരണ 2500 മുകളിൽ കറണ്ട് ബില്ല് വരാറില്ല. എന്തായാലും ഇത്തവണ 3225 രൂപ കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. വീട്ടിലെ ഫ്രിഡ്ജ് പുതിയതാ, AC വെച്ചിട്ടില്ല, പിന്നെ ഫാൻ മാത്രം യൂസ് ചെയ്തിട്ടുണ്ട് ചൂട് സമയമുണ്ട്. പിന്നെ എങ്ങനെയാ ഇത്രയും കൂടുതൽ വന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ദിവസം ഓൺ ചെയ്യുന്ന വാട്ടർ പമ്പിനെ കുറിച്ച് ഓർമ്മ വന്നത്. അപ്പോൾ എൻ്റെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ 500 ലിറ്റർ ഉള്ളൂ. 500 ലിറ്റർ വെള്ളം നിറയാനായിട്ട് 7 മിനിറ്റ് കൂടുതൽ ഈ പമ്പ് എടുക്കാറില്ല. അപ്പോൾ ഇത്തവണ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് ഒക്കെ ആയി. അപ്പോൾ എന്താ അങ്ങനെ വന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ വെള്ളം നിറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അതെന്താ കാരണം നമുക്ക് നോക്കാം. ഇനി ഫുഡ് വാൽവ് കേടാണെന്ന് നോക്കണമെങ്കിൽ ഈ ഫുഡ് വാൽവ് വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഇതാണ്. അതുവഴിയാണ് വെള്ളം മുകളിലേക്ക് മോട്ടർ വലിച്ചെടുക്കുന്നത്. അത് കേടായാലും വെള്ളം കയറാനായിട്ട് താമസിക്കും, ചിലപ്പോൾ കയറത്തുമില്ല. ഇനി ഫുഡ് വാൽവ് വല്ലതും കേടാണെന്ന് നോക്കാം. ഫുഡ് വാൽവിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് അറിയാനായിട്ട് ഒരു പണിയുണ്ട്. ഇപ്പോൾ ഈ ഒരു കുഴലിനകത്ത് വെള്ളം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു വാൽവുണ്ട്, ആ വാൽവ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ ചാടിയത് ടാങ്കിലേക്ക് നിൽക്കുന്ന കുഴലിൽ നിന്നുള്ള വെള്ളമാണ് ഈ ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുകളിലൊരു വെള്ളം വന്ന് നിൽപ്പുണ്ട്. വാൽവിന് കംപ്ലൈൻ്റ് ഇല്ല. വാൽവിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഈ കുഴലിനകത്ത് വെള്ളം നിൽക്കത്തില്ല. ഇനി നമുക്ക് കിണറ്റിനകത്ത് നോക്കിയേക്കാം. ഇപ്പോൾ കിണറ്റിനകത്ത് നിറച്ച് വെള്ളം കിടക്കുക. ഇപ്പം മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതിന് കിണറ്റിനകത്ത് നിറച്ച് വെള്ളം കിടക്കുക. വെള്ളത്തിൻ്റെ പ്രശ്നമല്ല. അപ്പം വാട്ടർ പമ്പ് തന്നെ വില്ലൻ. വാട്ടർ പമ്പ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ MCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ മെയിൻ സ്വിച്ച് ഉണ്ട്, ചുവന്ന നിറത്തിലുള്ളത്. അതങ്ങ് ഓഫ് ചെയ്ത് ഫുൾ കറണ്ട് കട്ട് ചെയ്തേക്കാം. ഫുഡ് വാൽവിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒന്നുകിൽ കപ്പാസിറ്റർ ഇതിന് മുകളിലിരിക്കുന്ന ആ ഒരു ചെണ്ട പോലെ ഇരിക്കുന്നുണ്ടല്ലേ, അത് അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലൈ വീലുണ്ട്, വെള്ളമൊക്കെ അടിച്ച് കയറ്റുന്ന മുകളിലേക്ക്. അപ്പോൾ അതിനകത്ത് മണ്ണ് കയറിയിരുന്നാലും അതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞു പോവും, പിന്നെ വെള്ളം മുകളിലോട്ട് കയറത്തില്ല. അപ്പോൾ അതും ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ മോട്ടറിനകത്ത് 2-3 പാർട്ടുണ്ട്. ഒന്ന് ഇമ്പല്ലർ എന്ന് പറയും, വെള്ളം ശക്തിയിൽ അടിച്ച് മുകളിലേക്ക് കയറ്റുന്ന ഒരു ഡിസ്ക്കാണ്. അടുത്തത് ഈ കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ കേടായാലും സ്ലോ ആയിട്ട് വെള്ളം കയറത്തുള്ളൂ. പിന്നെ ബെയറിങ് പോയാലും മോട്ടോർ സ്ലോ ആവും വെള്ളം കയറുന്നത്. പിന്നെ ബെയറിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ഭയങ്കര സൗണ്ട്, ഗ്രൈൻഡിങ് ചെയ്യുന്ന പോലെ സൗണ്ട് ആയിരിക്കും മോട്ടറിനകത്തുനിന്ന്. 2 ബെയറിങ് ഉള്ളത്. ഇപ്പോൾ ഈ മോട്ടറിന് ഏതായാലും സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇമ്പല്ലർ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം ഈ കാണുന്ന 4 ബോൾട്ട് നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന ഡിസ്ചാർജ് ഫ്ലാഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ, അതിൻ്റെ നെട്ടുകളൊക്കെ കംപ്ലീറ്റ് തുരുമ്പിച്ച് ഒക്കെ പോയിരിക്കുക. താഴെ കാണുന്ന കാസ്റ്റാണ് കേട്ടോ, അതെല്ലാം തുരുമ്പിച്ചൊന്നും പോകത്തില്ല. ആ നെട്ടും ബോൾട്ടുമാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ബോക്സ് പാൻഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ സോക്കറ്റിൻ്റെ മാറ്റി ഇടാൻ പല ടൈപ്പുള്ളത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 13-ൻ്റെ സോക്കറ്റ് കേട്ടോ, ടവാരിയുടെ. ഈ സൈഡിലത്തെ അഴിയാനായിട്ട് ശകലം ബലം വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് തിരിച്ചഴിച്ചു കഴിഞ്ഞാൽ വേഗം അഴിഞ്ഞു വരും. ഇപ്പോൾ ടാങ്കിലേക്ക് ഉള്ള കുഴലിൽ നിന്നുള്ള വെള്ളമായി ചാടിക്കൊണ്ടിരിക്കുന്നത്. അത് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ചാടിക്കൊണ്ടിരിക്കും. ഏതായാലും കറക്റ്റ് ചട്ടിക്കകത്തൊരു വെള്ളം ചാടുന്നുണ്ട്, അതായത് നന്നായി. ഇനി വെള്ളം ഒഴിക്കണ്ടല്ലോ. ആ പൈപ്പിൽ നിൽക്കുന്ന വെള്ളം ഏകദേശം മുഴുവനായിട്ട് ചാടിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോൾട്ടെല്ലാം റിമൂവ് ചെയ്യാം.
മുമ്പ് ഇത് ഫിറ്റ് ചെയ്ത പ്ലംബർ എൽ ഷേപ്പിലുള്ള പട്ടയിൽ ബോൾട്ടിട്ട് മുറുക്കിയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇത് അലൈൻമെൻറ്റ് ശരിയാക്കാൻ കറക്റ്റ് വാട്ടർ ലെവലിലിരിക്കണം ശരിയാതെ. അപ്പം അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാനായിട്ട് തടി കൊണ്ട് ഇടയിലിങ്ങനെ ഒരു ആപ്പ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഫ്ലോയെ പതുക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കാണുന്ന വയർ കണ്ടോ, ഇത് ഇലക്ട്രിക്കൽ കണക്ഷനാണ്. അപ്പോൾ അതിൽ വെള്ളം വീണ് നനഞ്ഞ് നമുക്ക് ഷോക്കൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ഓഫ് ചെയ്തത്. കൈ മുഴുവൻ തുരുമ്പായി. ഈ പമ്പ് ഏകദേശം 5 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഡിസ്ക ഇമ്പല്ലർ. ഈ ഇമ്പല്ലർ വേണമെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇടയിലോട്ട് ഇട്ടിട്ട് ഇടത്തേക്ക് തിരിച്ചൊക്കെ വേണമെങ്കിൽ അഴിച്ചെടുക്കാം. വേറെ ലോക്കൊന്നും അതിനില്ല. പിന്നെ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ, ചിലപ്പോൾ വളയാൻ സാധ്യതയുണ്ട്. ബ്രാസിൻ്റെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാക്സിമം അത് അഴിക്കാതെ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഈ കാണുന്ന ഹോൾസ് ഇല്ല ഇതിനിടയിൽ കൂടി, മെയിനായിട്ട് കാണുന്ന ആ ഒരു ഹോളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം അതുകൂടി വെള്ളം കയറി ഇതിനകത്തുകൂടി ചാടിയാണ് ഇത് വെള്ളം മുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് മുകൾ വശം വരെ മണ്ണൊന്നും അടിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ ആ താഴത്തെ ഹോളുമായിട്ട് ചേരുന്ന സ്ഥലത്ത് അടഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതൊന്ന് ആ ഹോളെല്ലാം ഒന്ന് വൃത്തിയാക്കുകയാണ്. മണ്ണെല്ലാം കുത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഈ ഡിസ്കിൻ്റെ എല്ലാ ഗ്യാപ്പും നമ്മൾ വൃത്തിയാക്കണം. ഉണ്ട്. ഇനി നമുക്ക് വെള്ളം ശക്തിയിലടിച്ച് അപ്പോൾ ഗ്യാപ്പിനകത്തുള്ള മണ്ണെല്ലാം നമുക്ക് വെളിച്ചടിക്കാം. നല്ലപോലെ അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 2 കല്ലുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ കിടക്കുന്ന കണ്ടില്ലേ. രണ്ടു വർഷം മുമ്പ് കിണർ തേയിച്ചായിരുന്നു. ചിലപ്പോൾ ആ സമയത്ത് കയറിയതായിരിക്കും, അല്ലെങ്കിൽ മഴ പെയ്ത് വെള്ളം പൊങ്ങുമ്പോഴോ കുറയുമ്പോഴോ ഒക്കെ ചെളി കയറാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ ഈ കിണറ്റിൻ്റെ അടിത്തട്ടുമായിട്ട് ചേർന്നായിരിക്കും കിടക്കുന്നത്. ഇനി ഈ കിണറിനോട് ചേർന്നിരിക്കുന്ന സെക്ഷൻ ഫ്ലാഞ്ച് എന്ന് പറഞ്ഞ ഈ പാർട്ട് കൂടി ക്ലീൻ ചെയ്തേക്കാം. സ്ക്രൂ ഡ്രൈവറിട്ട് കുത്തുന്നില്ലേ, അവിടെ നിന്ന് നേരെ മുകളിലേക്കാണ് വെള്ളം അടിച്ച് കയറി പോകുന്നത്. ആ ഹോൾ അവിടെ കാണാനേ ഇല്ല. അതുകൊണ്ടാണ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് തപ്പി നോക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ടപ്പം. അപ്പോൾ അതിനകത്ത് നിറച്ച് മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ട്രിക്ക് ചെയ്തേക്കാം. മുകളിൽ നിന്ന് വെള്ളം അടിച്ച് താഴോട്ട് വിട്ടേക്കാം. അങ്ങനെ തുറക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും വളഞ്ഞ ഒരു സ്പ്രിങ് ആക്ഷനുള്ള കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു കയറ്റി അത് ക്ലീൻ ചെയ്യാം.
ഇനി നമുക്ക് ഇൻലെറ്റിൻ്റെ ആ ഭാഗം കൂടി ക്ലീൻ ആക്കിയേക്കാം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുഴൽ കിണറ്റിനകത്തൊരു കിടക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട്. ഞാൻ നോക്കിയിട്ട് കേട്ടോ, എൻ്റെ ഐഡിയയാണ്. ഇവിടെ നിന്ന് ഓസ് അങ്ങോട്ട് കയറ്റുക, എന്നിട്ട് വെള്ളം ഓൺ ചെയ്ത് മുമ്പോട്ടും പുറകോട്ടും ആയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ കുഴലിനകത്തിരിക്കുന്ന ബെൻഡുണ്ട്. അവിടെ ഒരു ബെൻഡുണ്ട്. ആ ബെൻഡിൽ ഇരിക്കുന്ന മണ്ണെല്ലാം ചടിപ്പോകുന്നതാണ് തോന്നുന്നത്. നോക്കാം. ഓക്കെ, വിചാരിച്ച പോലെ തന്നെ മണ്ണെല്ലാം ചാടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ പമ്പിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പമ്പ് പഴയ പോലെ തന്നെ ഫിറ്റ് ചെയ്തേക്കാം. അപ്പോൾ താഴോട്ട് കിടക്കുന്ന വയർ വലിഞ്ഞു വിട്ടോ ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ പമ്പ് കറക്റ്റ് ലെവലായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാനൊന്നും പാടില്ല. ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ കണ്ട അവിടെ ഒരു ആപ്പൊക്കെ വെച്ചിട്ട് തടിയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടില്ലായിരുന്നു. ആ ആപ്പൊക്കെ വെച്ചിരിക്കുന്ന പോലെ തന്നെ തിരിച്ചു വെച്ച് ടൈറ്റ് ചെയ്യാം. പിന്നെ ഈ കാണുന്ന കേസിങ്ങിൻ്റെ ഭാഗത്ത് ഗ്യാപ്പൊന്നും വരാൻ പാടില്ല, നന്നായിട്ട് ചേർന്നിരിക്കണം. അവിടെ ലീക്ക് എന്തെങ്കിലും വന്നാൽ വെള്ളം കയറത്തില്ല. ഇനി നമുക്ക് മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയേക്കാം. നമുക്ക് മുകളിൽ ടാങ്കിൽ നിന്ന് പോയി നോക്കിയേക്കാം വെള്ളത്തിൻ്റെ ഫോഴ്സ് എങ്ങനെയുണ്ടെന്ന്. നല്ല ഫോഴ്സിൽ വെള്ളം കയറുന്നുണ്ട്. ഇനി വരുന്ന മാസം കറണ്ട് ചാർജ് കുറയുന്ന പ്രതീക്ഷിക്കാം. ആ, അടിപൊളി. ഇപ്പോൾ ഇതേ 7 മിനിറ്റ് ആവുന്നുള്ളൂ. അതിന് മുമ്പ് വെള്ളം ചാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.